എന്ന് പറയുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബി ബൈ 2 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അബൈലൻ ഗ്രൂപ്പാണ്, നമുക്കത് പ്രൂവ് ചെയ്യണം ഓൺ സെറ്റ് ഓഫ് നോൺ സീറോ ഇൻറ്റീജേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം നോക്കണം. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി പറയുമ്പോൾ എ ബി ബൈ 2, ഇപ്പോൾ എയ്ക്കും ബിക്കും നമ്മൾ ഏത് നമ്പർ കൊടുത്തു അതിന് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോൺ സീറോ ഇൻറ്റീജേഴ്സിനെ നമുക്ക് കിട്ടുമല്ലേ. അതായത് എയും ബിയും നോൺ സീറോ ഇൻറ്റീജേഴ്സ് ആണ്, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താലും നോൺ സീറോ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ അത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താ? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി നമുക്ക് ചെയ്യുമ്പോൾ എ സ്റ്റാർ ബി സി ബൈ 2, പിന്നെ നമുക്കത് എ ബി സി ബൈ 4 എന്ന് കിട്ടും. അതുപോലെ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ബി ബൈ 2 സ്റ്റാർ സി, അതിനർത്ഥം എ ബി സി ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, അതായത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എ ഇ ബൈ 2, എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് നമുക്കവിടെ തന്നിരിക്കുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബി ബൈ 2 ആണ്. അപ്പോൾ ബിയുടെ അവിടെ ഇ കൊടുത്തു കഴിഞ്ഞാൽ എ ഇ ബൈ 2 ഈക്വൽ ടു എ എന്ന് കിട്ടും. എ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു നോൺ സീറോ ഇൻറ്റീജർ അല്ലേ, അപ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്നാണിത്. ദിസ് ഈസ് ഇൻവേഴ്സ് എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇസിക്കൽ ടു ഇ ആണ് കണ്ടീഷൻ. ഏത് ഇൻവേഴ്സിൻ്റെ കണ്ടീഷൻ അതാണ്. അപ്പോൾ എ ഇൻവേഴ്സ് ബൈ 2 എന്ന് പറയുന്നത് ഇയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 2 ആണ്, 2 ഇവിടെ എഴുതി. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബൈ 4 ആണ്. അതും നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അബൈലൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് 2 പോയിന്റ് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഐഡൻറ്റിറ്റി ഓഫ് ജി ഈസ് യൂണിക്ക്, അതുപോലെ ഇൻവേഴ്സ് ഓഫ് ജി ഈസ് യൂണിക്ക്. അതായത് ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിലത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയാലും അതുപോലെ ഇൻവേഴ്സ് എലമെൻ്റ് ആയിരിക്കും, അത് രണ്ടും എന്തായിരിക്കും? എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദി ഇൻവേഴ്സ് ഓഫ് എ ഈസ് എ ഇൻവേഴ്സ് ദെൻ പ്രൂവ് ദാറ്റ് എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇൻവേഴ്സിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ആയിരിക്കും അല്ലേ. അത് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ ആണ്. നമ്മൾ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തു? ഇൻവേഴ്സ് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഇൻവേഴ്സ് നമ്മൾ കൊടുത്തു. അപ്പോൾ എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിന് മുകളിൽ ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് തന്നെ കിട്ടും. അതെങ്ങനെയാണ്? ഇവിടെ എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഇ എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ എന്ന് കിട്ടും. ഇന്ന് എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു, ഇത് നമ്മൾ ഇ ആണ് ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇ ഇൻറ്റു എ ഈക്വൽ ടു എ എന്ന് കിട്ടും. ഓക്കെ, അത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എയും ബിയും ജിത്തെ ഒരു എലമെൻ്റ് ആണ് പ്രൂവ് ചെയ്യണം, അസ്യൂം ചെയ്തെടുക്കുക. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നത്? എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ ആണ്. അപ്പോൾ ഇത് ഗ്രൂപ്പിലുള്ള ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. അതുപോലെ ബിയുടെ കേസിലാണെങ്കിലും ബി ഇൻറ്റു ബി ഇൻവേഴ്സ് 1 ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി ഇൻവേഴ്സ് ബി എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മളിത് രണ്ടും നോക്കുകയാണെങ്കിൽ എ ബി ഇൻറ്റു ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്, അതായത് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എ ഇവിടെ എടുത്ത് എഴുതി, ബിയും ബി ഇൻവേഴ്സും ഒരുമിച്ച് എഴുതി, എ ഇൻവേഴ്സിന് എഴുതി, കുഴപ്പമില്ലല്ലോ. ഇനി എ ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഇ എന്നാണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഇ ഇൻറ്റു എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇ, അവസാനം നമുക്ക് എന്ത് കിട്ടും? ഇ തന്നെ കിട്ടും. ഈ സെയിം സാധനം തന്നെ എന്ത് ചെയ്യുക? ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക.
അതായത് എന്താണ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് ഇവിടെ ചെയ്ത പോലെ ഒന്ന് ഓർഡർ അങ്ങോട്ട് ചേഞ്ച് ചെയ്തു, അവസാനം നമുക്ക് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും എന്താണ് സെയിം ആണെന്ന് കിട്ടി. അതിനർത്ഥം ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബിയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ആ കണ്ടീഷൻ, അതായത് എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രൂവ് ദാറ്റ് ഇഫ് എച്ച് ആൻഡ് കെ ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ദെൻ എച്ച് ഇൻ്റർസെക്ഷൻ കെ ഇസ് ഓൾസോ സബ് ഗ്രൂപ്പ്. അതായത് എച്ചും കെ എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്തായിരിക്കും? ജിയുടെ സബ് ഗ്രൂപ്പായിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ഒന്നും അതായത് പഠിപ്പിച്ച് തരാനൊന്നുമില്ല, ജസ്റ്റ് നോക്കിയിട്ട്, അതായത് എയും ബി എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഇൻവേഴ്സ് കെയുടെ എലമെൻ്റാണ്. എ ഏതിൻ്റെ എലമെൻ്റാണ്? എച്ച് ഇൻവേഴ്സ് കെയുടെ എലമെൻ്റാണ്. ബി ഏതിൻ്റെ എലമെൻ്റാണ്? എച്ച് ഇൻ്റർസെക്ഷൻ കെയുടെ എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് എങ്ങനെ എഴുതാം? എ എലമെൻ്റ് ഓഫ് എച്ച് ആണ്, എ എലമെൻ്റ് ഓഫ് കെ ആണ്. ബി എലമെൻ്റ് ഓഫ് എച്ച് ആണ്, ബി എലമെൻ്റ് ഓഫ് കെ ആണ്. അത് ജസ്റ്റ് അങ്ങനെ എഴുതാം. ഇനി ഇങ്ങനെ ഇത് എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതിൻ്റെ എലമെൻ്റ് ആയിരിക്കില്ലേ? അതായത് എ എലമെൻ്റ് ഓഫ് എച്ച് ആണ്, ബി എലമെൻ്റ് ഓഫ് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് എച്ച് ആയിരിക്കും. കാരണം എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എച്ചും കെ എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പായി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഇൻവേഴ്സും എന്തായിട്ട് എഴുതാം? സബ് ഗ്രൂപ്പായിട്ട് എഴുതാം അല്ലേ? അപ്പോൾ എ ബി ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് എച്ച് ആണ്, എ ബി ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് കെ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എ ബി ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ ആയിരിക്കും. അതുകൊണ്ട് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ജസ്റ്റ് ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് അത് എഴുതാൻ വേണ്ടോ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കോമ മൾട്ടിപ്ലിക്കേഷൻ തന്നിരിക്കുന്നത് എ നോട്ട് ഈക്വൽ ടു -1 തന്നിട്ടുണ്ട്. ഇതൊരു കണ്ടീഷനാണ്, എ നോട്ട് ഈക്വൽ ടു -1. എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് എ ബി എന്നാണ്. നമുക്ക് അത് ഒരു അബെലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എ എലമെൻ്റ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ. എ നോട്ട് ഈക്വൽ ടു -1 ആണ്. അതുപോലെ തന്നെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് എ ബി എന്ന് കിട്ടും. എ ബി എന്ന് കിട്ടണം, അല്ല എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് എ ബി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അബെലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്തു. ക്രോസ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ എലമെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ക്രോസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ഓരോന്ന് വെച്ചിട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അതായത് എ ഡോട്ട് ബി ആദ്യം ചെയ്യുക, എന്നിട്ട് ഡോട്ട് സി ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഡോട്ട് ആദ്യം ചെയ്യുക, അല്ല ബി ഡോട്ട് സി ആദ്യം ചെയ്യുക, എന്നിട്ട് എ ഡോട്ടായിട്ട് ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി എ സ്റ്റാർ ബിയും ബി സ്റ്റാർ ഈക്വൽ ആണ് കമ്മ്യൂണിറ്റേറ്റീവ് അല്ലെങ്കിൽ അബെലിയൻ നമുക്ക് പറയാൻ പറ്റും. ഇനി ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. എ പ്ലസ് ഇ ഈക്വൽ ടു ഇ പ്ലസ് എ ഈക്വൽ ടു എ ആണ്. അപ്പോൾ എ സ്റ്റാർ ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്തായിരുന്നു? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി പ്ലസ് എ ബി ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ഇ പ്ലസ് എ ഈക്വൽ ടു എന്താണ്? എ എന്ന് പ്രൂവ് ചെയ്യുക. എയും ക്യാൻസലായി. ഇ ഇൻറ്റു 1 പ്ലസ് എ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇ ഇൻറ്റു 1 പ്ലസ് എ ഈക്വൽ ടു 0 ആണ്. പക്ഷേ എ നോട്ട് ഈക്വൽ ടു -1 നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എ ഈക്വൽ ടു -1 എന്തായാലും ആവില്ല. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ ഇ ഈക്വൽ ടു 0 ആയിരിക്കും എന്ത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ ഇൻവേഴ്സ് എലമെൻറ്റ് നമ്മൾ അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. എന്താണ്? എ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇ ആണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എ ഇൻവേഴ്സ് പ്ലസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് എ ഇൻവേഴ്സ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു 1 പ്ലസ് എ ഈക്വൽ ടു -a. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -a ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ എന്ന് കിട്ടും. അപ്പോൾ ഇൻവേഴ്സ് എലമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അബെലിയൻ ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഹോമോമോർഫിസം എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് A1 ഇൻറ്റു എഫ് ഓഫ് A2 എന്ന് പറയുന്നത് എഫ് ഓഫ് A2 A1 ആയിരിക്കും. അത് ജസ്റ്റ് ഒരു കണ്ടീഷനാണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി.